കശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന യുഎസ് സ്ഥാനപതിയുടെ നിലപാടിൽ വിരളി പിടിച്ച് പാകിസ്ഥാൻ. കശ്മീർ ഭാരതത്തിന്റെ ഭാഗമല്ലെന്നും തർക്കപ്രദേശമെന്നും ദുർവ്യാഖ്യാനം ചെയ്തുള്ള ശ്രമങ്ങൾ ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ജമ്മു കാശ്മീർ സന്ദർശനത്തിനിടെയാണ് യുഎസ് സ്ഥാനപതി സെർജിയോ ഗോർ നിലപാട് വ്യക്തമാക്കിയത്. കശ്മീർ വിഷയത്തിൽ അമേരിക്കൻ മധ്യസ്ഥതയെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്യുമ്പോൾ മൂന്നാം കക്ഷിയുടെ ഒരു തരത്തിലും ഉള്ള ഇടപെടൽ അനുവദിക്കില്ല എന്ന ദൃഢനിലപാടിലാണ് ഭാരതം. An important part of India, and so I'm here visiting for the first time. It is an incredibly beautiful place, and so I'm thrilled to be here, thrilled to see this place. We just had a very good meeting. യെസ്, ഐസൺ ജോസാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഐസൺ, ഈ യുഎസ് സ്ഥാനപതിയുടെ ഈ നിലപാട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ജമ്മു കാശ്മീർ എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. ഇപ്പോൾ ഈ പ്രസ്താവനയ്ക്ക് ശേഷം പാകിസ്ഥാൻ ഏത് രീതിയിലുള്ള പ്രകോപനമാണ് സൃഷ്ടിക്കുന്നത്? ഗൗതം, തീർച്ചയായും പാകിസ്ഥാൻ ഈ വാക്കുകൾ, അതായത് സെർജിയോ ഗോറിന്റെ ഇന്ത്യയിലെ അമേരിക്കയുടെ സ്ഥാനപതിയുടെ വാക്കുകൾ വലിയ രീതിയിലുള്ള പൊള്ളലുണ്ടാക്കി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ സെർജിയോ ഗോർ ഈ പ്രസ്താവന ഏറ്റവും നിർണായകമായ പ്രസ്താവന എന്ന് പറയാൻ സാധിക്കുന്നത് ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന കൃത്യമായ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഭാരത സർക്കാരിന്റെ കൃത്യമായ നിലപാട്, ലോകത്തോട് ഭാരതം കാലങ്ങളായി പറയുന്ന നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നിലപാട് യുഎസ് സ്ഥാനപതി പറഞ്ഞത് തെറ്റായിപ്പോയി, ശരിയായ നിരുത്തരവാദപരമായൊരു പ്രഖ്യാപനമാണ് നടത്തിയത് എന്ന ഒരു തീർത്തും നിലവാരമില്ലാത്തൊരു വാക്കുകളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ ഈ പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാനിലെ അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധിയുടെ ചുമതല വഹിക്കുന്ന ചാർജ് ഡി അഫയേഴ്സ് എന്ന സാങ്കേതിക പദ്ധതിയിലൂന്നിയ ആ ചുമതല വഹിക്കുന്ന നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി എതിർപ്പറിയിക്കുക അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുക എന്ന സ്വാഭാവിക നടപടിയിലേക്ക് അവിടെ കടക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമായി കണക്കാക്കുന്നത് നയതന്ത്ര രംഗത്ത് സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണെങ്കിൽ കൂടി ഭാരതത്തിന്റെ നിലപാടിനെ കൃത്യമായി അമേരിക്കൻ സ്ഥാനപതി അംഗീകരിക്കുകയും അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇതൊരു തർക്കപ്രദേശമാണ് എന്ന വ്യാഖ്യാനം നടത്തി അതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അസാധ്യമെന്ന കൃത്യമായ നിലപാട് ഭാരതം കാലങ്ങളായി തുടരുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിലെ ഒരു താല്പര്യങ്ങളും നടക്കില്ല എന്നൊരു ബോധ്യമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാന്റെ താല്പര്യങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന കൃത്യമായൊരു നിലപാടാണ് ഈ വ്യക്തമാക്കുന്നതിലൂടെ പുറത്തു വരികയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രകോപിതമായ ഒരു നിലപാട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഈ ഒരു നീക്കങ്ങൾ, അതായത് നയതന്ത്ര തലത്തിലുള്ള നീക്കവും തെറ്റായ നടപടി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നത്. കേവലം നയതന്ത്ര പ്രതിനിധിയുടെ പ്രസ്താവന എന്നതിനപ്പുറം ഈ പ്രദേശം തർക്കപ്രദേശമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള പാകിസ്ഥാന്റെ ഒരു നീക്കത്തിനേറ്റ തിരിച്ചടിയിൽ വിരളി പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. യുഎസ് സ്ഥാനപതിയുടെ ജമ്മു കാശ്മീർ സന്ദർശനത്തിനിടയിലാണ് ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകം എന്ന പ്രസ്താവന അദ്ദേഹം നടത്തിയത്. ഇതാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഐസൺ ജോസഫ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.